ആരും വയ്യ, ഒന്നും പറയണ്ട. ഒരുത്തനെ തൊഴിൽ പഠിപ്പിച്ച് വിട്ടതാ. കൊറേ നേരം പണ്ട് വടുവാന്ന് പറയുന്നു. പണ്ടത്തെ കൂട്ടങ്ങനെ വയ്യ. ആ വരുന്ന എവിടെയെങ്കിലും കയറി എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റിയിട്ട് കാര്യങ്ങൾ നടന്നേ. അവൻ വേണ്ട എനിക്ക് ചെലവിന് തരാം. കുറെ നേരമായിട്ട് അവൻ വരുന്നുണ്ടെന്ന് പറയാൻ വരുന്നുമില്ല. വന്നിരുന്നെങ്കിൽ ഇച്ചിരി പൈസയും കൊണ്ട് ആശുപത്രിയിൽ എങ്ങനെ പോകാനും. വരുന്നുണ്ട്. ആശാനെ എന്താണ് വിളിച്ചത്? ഏറ്റ പാർട്ടിയാ, ഒന്നും പറയണ്ടാടി. വാ ഇരി. വയ്യാണേ, പഴയ പോലെ ഒന്നും വയ്യ. കൈക്കും കാലിനും എല്ലാം വേദന. ആശുപത്രിയിൽ പോണം, മരുന്ന് മേടിക്കണം. പൈസ വേണ്ടേ? വെളുമ്പുളം കൊച്ചുങ്ങളൊക്കെ എന്ത്? നമ്മളെ കയ്യിൽ പിന്നെ അവരെ അന്ന ഇട്ടിട്ട് പോയി. അത് ശരി. പിന്നെ ഞാനിപ്പോ എന്ത് ചെയ്യണേ? നീ ഇച്ചിരി പൈസ ഉണ്ടാക്കി കൊണ്ട് തരണം. ഞാൻ എവിടുന്ന പൈസ കൊടുക്കുന്നത്? ആശാനപ്പോ എനിക്ക് കഴിവുണ്ടോ ഒരു വീട്ടിലൊക്കെ ചെന്ന് കയറി മോഷണം നടത്താനൊക്കെ? എടാ, എന്റെ എല്ലാ കഴിവുണ്ടെന്ന് നിന്നെ പഠിപ്പിച്ചതല്ലേ പണ്ടാര വടക്കി. കഴിവൊക്കെ തന്നെ പഠിപ്പിച്ചു, പക്ഷെ പെട്ടെന്നൊരു വീട്ടിൽ ചെന്ന് കയറാനുള്ള ധൈര്യമില്ല ആശാനെ. എന്നാലും നമുക്ക് ഒരു ധൈര്യം വേണ്ട. ആശാൻ ചെന്ന് കയറുന്ന ഒരു വീട്ടിൽ ചെന്ന് കയറുന്ന പോലെ ഞാൻ ചെന്ന് കയറി കഴിഞ്ഞാൽ വേറെ നടക്കത്തില്ല. പൈസയുടെ ആവശ്യമില്ല ആശാൻ. ഇപ്പം നടക്കൂടെ? പൈസ കിട്ടണമെങ്കിൽ ഞാൻ വേറെ ഐഡിയ പറയാം. എന്നാ നീ പറ. എൻ്റെ ഒരു ഗ്ലാസ് ഇരിപ്പുണ്ട് വണ്ടിക്കകത്ത് വെക്കുന്നത്. ഞാൻ ഈ ഗ്ലാസ് കൊണ്ടൊരു പരിപാടി നടത്തും. എന്താ അറിയോ? ഞാൻ ഈ ഗ്ലാസ് വെച്ചുള്ള റോഡിൽ പോയി നിൽക്കാം. ഓ, മനസ്സിലായി. അന്തരായിട്ട് ഞാൻ നടന്നു വരുമ്പോൾ ആശാൻ ബൈക്ക് പുറകിന് വരണം. എന്നെ ഇടിച്ചിട്ട് അങ്ങ് പോയേക്കണം. ആശാൻ എന്നെ ഇടിച്ചിട്ട് കഴിയുമ്പോൾ ഞാൻ ഉള്ളിൽ താഴെ വീഴുമല്ലോ. ആശാൻ അതുവഴി അങ്ങോട്ടങ്ങ് സ്ഥലം വിട്ടു. അവിടെ പമ്മി എന്നാ മതി. അത് ഞാൻ ഏറ്റു. കടയിൽ നിൽക്കുന്നവർ ആരെങ്കിലും എന്നെ ഒന്ന് പൊക്കും. ബാക്കിയുള്ള കാര്യം ആശാൻ പഠിപ്പിച്ച കുരുട്ട് ബുദ്ധിയെല്ലാം എന്റെ ഉണ്ടെന്ന്. കുഴപ്പമില്ല. കാര്യം അങ്ങനെ ചെയ്താലോ? പിന്നെ എന്താ? ഓക്കെ, ഇപ്പൊ തന്നെ ചെയ്തേക്കാം. കേറാൻ പോലും വയ്യ. എന്തുവാണ് ഞായറാഴ്ച സ്നാക്സ് മേടിക്കുന്നത്? ഇന്നത്തെ ബഡ്ജറ്റ് കപ്പലിന് മുട്ടാക്കി അത് ഒതുക്കണം. കപ്പലിന്റെ മുട്ടായി അല്ല, ചിക്കനോ ബീഫോ എല്ലാം മേടിക്കണ്ടേ സ്നാക്സ്? ഇയാളെ വളർത്തി വെച്ച് തന്നേക്കുമല്ലോ എന്തെങ്കിലും. അത് സാധനം എന്തോ മേടിച്ച്? ഇന്നത്തെ സാധനം മിൽക്ക് ക്രീം ജവാൻ. ഓ, ജവാൻ ഞാൻ കുടിക്കത്തില്ലെന്ന് അറിയത്തില്ലടേ. ശരി, ജവാനെങ്കിൽ ജവാൻ. ഒരു കപ്പൽ ഞാൻ പോരാ ആശാനെ. ഞാൻ പറഞ്ഞ ആശാൻ ഓർമ്മയുണ്ടല്ലോ? എല്ലാം ഓർമ്മയുണ്ട്. നമ്മുടെ ആക്ടിങ് കണ്ട ജനങ്ങൾ മാത്രം ഞാൻ കുളമാക്കുവോ? ആശാനല്ലേ എന്റെ ആശാൻ. അപ്പൊ ഞാന് ഈ കണ്ണാടി എടുത്ത് അങ്ങോട്ട് വെക്കാം. നോക്കി പണ്ടൊരു അന്തന്റെ ലുക്കില്ലേ ആശാനെ? ആണോ? അതിനൊക്കെ ചേരുന്ന വേഷം. ആ കട ഇരിക്കുന്നവരെല്ലാം നമ്മളെ ശ്രദ്ധിക്കുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് നടക്കണമെന്നാ? ഓ, അന്നമാര് വടി കൊണ്ട് നടക്കുമല്ലേ? വടി അന്തനാണെങ്കിൽ അന്തൻ, എന്തെങ്കിലും അന്തൻ. ഓ, എന്തോ ചെയ്യാനത്. അത് കുഴപ്പമില്ല. നല്ല വടിയാ. ഇതും കൂടെ നടന്നാൽ മതിയല്ലോ അല്ലേ? എല്ലാം കൃത്യമായിരിക്കണം. എല്ലാം കറക്റ്റ്. ഞാൻ അവിടെ ചെല്ലുമ്പോ എന്നെ ഒന്ന് ഇടിച്ചു വിടണം. എല്ലാം ഞാൻ മൊത്തം തെറ്റരുത് കേട്ടോ. വിട്ടോ. ആ കട ഇരിക്കുന്നതൊക്കെ നോക്കുന്നുണ്ട്. കറക്റ്റാണ്. ഞാൻ അന്തൻ കറക്റ്റ് നടന്നു പോകും. ഈ അര കൊണ്ട് നമ്മുടെ പേർക്കും തികയുമല്ലോ. അര കൊണ്ട് നമുക്ക് രണ്ടുപേർക്കും തികയാതിരിക്കാൻ നമ്മൾ കുളിക്കാനൊന്നും പോകുന്നുണ്ടോ? തയ്ക്കാം. അയ്യോ, റോഡർ കണ്ണുപൊട്ടം താഴെ വീണ് കിടക്കുന്നതാ. വണ്ടി ഇടിച്ചിട്ട് പോകാൻ മിണ്ടാതെ പോയി. വാടാ, നമുക്ക് നോക്കാം. വന്നിടിച്ചിട്ട് പോയത് മഹാഭാവം ഞങ്ങൾ കണ്ടായിരുന്നു. വണ്ടി റോഡ് സൈഡിലോട്ടൊന്ന് മാറ്റിയാൽ പിടിക്കാൻ. എന്നെ അങ്ങോട്ട് വിട്ടാൽ മതി. ഞാൻ
ആശാനെ രണ്ടെണ്ണം 2 പൈസക്ക് ഇനിയും കിടന്ന് ഓടണ്ടല്ലോ. എങ്ങനെയുണ്ട്? പോലെ കാശ് കാണും. ഇഷ്ടംപോലെ പൈസ ഉണ്ടെന്ന്. ആശാൻ പഠിപ്പിച്ചെന്നല്ല അതുപോലെ ഞാൻ എടുക്കണ നീ എന്റെ ശിഷ്യൻ തന്നെ. പ്രയോഗിക്കുന്നല്ലേ. ഇന്ന് ഒരു 2 വാങ്ങിച്ച് അടിക്കണം. ആദ്യം അടിക്കണം. അത് കഴിഞ്ഞാൽ കാര്യമുള്ളൂ. അടി ഇതെടുത്ത് എണ്ണ അവിടെ വരുന്നപ്പോ ഇവിടെ നമ്മൾ മാറാം നമുക്ക്. പറയാനാ പാവം പിടിച്ച കണ്ണുപൊട്ടനൊക്കെ കഷ്ടം. ഇവിടെ പേഴ്സ് കാണുന്നില്ല. കടയിൽ മറന്നു വെച്ചാ? ഈ കടയിൽ സാധനം മേടിക്കാൻ കൊടുത്തായിരുന്നല്ലോ. ഇല്ലല്ലോ, ഞാൻ പൈസ കൊടുത്തിട്ട് തിരിച്ച് മേടിച്ചിട്ട് ഇല്ലടാ ഇവിടെ വെച്ച് തോന്നുന്നു. എന്റെ കാണുന്നില്ല പേഴ്സ്. കടയിൽ വല്ലതും മറന്നു വെക്കാൻ. ഇപ്പൊ കടയിൽ പോയി നോക്കിയാലോ? എടാ എനിക്ക് തോന്നുന്നു ആ കണ്ണുപൊട്ടൻ ഇനിയും വല്ല കള്ളനായിരുന്നു. നമ്മൾ പിടിച്ചു വിട്ടതോ? പിന്നല്ലാതെ ആ ഒരു കണ്ണുപൊട്ടല്ലോ അങ്ങനെ കിട്ടിയ പോട്ടന്മാരാണ് ഇവിടെ വിശ്വസിക്കാൻ. ആശാനെ നോക്കി പേഴ്സ് നിറച്ച് പണമാ. ഇതുണ്ടോ ഗർഭിണികളെ പോട്ടിരിക്കുന്നു. ഇഷ്ടം പോലെ പണം ഇഷ്ടം പോലെ കാണും. തുറന്നു നോക്ക് ആശാനെ, തുറക്ക് തുറന്നു നോക്ക്. ഇന്ന് കോൾ അടിക്കുന്നു. 100 രൂപ. അയ്യോടാ, അടുത്ത് നോക്ക് ആശാനെ. ഗർഭിണിയുടെ പേഴ്സിനകത്ത് എത്ര ഉണ്ടല്ലോ? കൊറേ ലോട്ടറി ഉണ്ട് ആശാനെ. 50 രൂപ. ഓ നാറികളായിരുന്നു ആശാനിമാര്. 150 രൂപയ്ക്ക് കാണോടാ ഈ പണിയെല്ലാം എടുത്ത്. അവന്മാരെ എവിടെ പോയി കണ്ടുപിടിക്കുന്ന കാലമണന്മാര്. അതിലുള്ള പൈസ എല്ലാം എടുത്തു കാണും അവന്മാര്. സമ്പാദിച്ച കാശ് മുഴുവനും പൈസ. ഞാൻ അറിഞ്ഞു ഇപ്പൊ അമ്മയുടെ കയ്യിലാണ് 150 രൂപ എന്നുള്ള കാര്യം. എന്റെ ആളുകളുടെ മുമ്പിൽ തന്നെ നീ പോയി ചാടിയല്ലോ. ആശാൻ പഠിപ്പിച്ച അടവുകളല്ലേ ഞാൻ പ്രയോഗിച്ചത്. 150 രൂപയ്ക്ക് വേണ്ടി പണിയെടുത്ത പണി ആണോ ഇതല്ല? എന്തോ പറയാ. എന്റെ ആശാനെ അവന്മാര് വരുന്നുണ്ട്. ആശാന് എങ്ങോട്ട് പോകാൻ രക്ഷപ്പെടാനാ? ആശാനോട് ചടം പറ്റത്തില്ല. ഞാൻ പോകും. ആശാൻ ഒന്ന് വാങ്ങിച്ചോ. എങ്ങോട്ട് ഓടാനാടാ? എടാ എനിക്ക് പഴയ പോലെ ഒന്ന് ഓടാൻ വയ്യടാ. എടാ ഞാനല്ല അവനല്ല ഞാനങ്ങനെ പെട്ടായിരുന്നു. ഇത് ചത്ത ഏതായാലും കാലമാണന്മാര്. അയ്യോ, അങ്ങോട്ട് പോയാൽ 6, ഇങ്ങോട്ട് പോയാൽ മെഡിക്കൽ കോളേജ്. അത് തന്നെ നല്ലത്. എന്നാലും എന്റെ കാലമാണന്മാരെ എന്തോ ഇടിയാടാ ഇടിച്ചത്. എന്നാലും അവൻ ആ ഗുരുദക്ഷിണ മേടിക്കാൻ വന്നില്ലല്ലോ. നിനക്കൊക്കെ കിട്ടിക്കോളൂടാ.